ഹായ് ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദർശ് അങ്ങനെ ആ വേദിയിലേക്ക് വരികയാണ്. നേനയാണെങ്കിൽ ആദർശ് വരുന്നത് കാണുമ്പോൾ തല കുമ്പിട്ട് നേരെ സാരിത്തല തലയിൽ മറച്ച് അങ്ങനെ മറഞ്ഞിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് അരികിലിരിക്കുന്ന ആൻറ്റി ചോദിക്കുന്നുണ്ട് നേനയോടായിട്ട്, എന്ത് പറ്റി മോളെ എന്ന് ചോദിക്കണം. അപ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ആദർശ് സ്റ്റേജിൽ കയറി പ്രസംഗിക്കാൻ തുടങ്ങുന്നുണ്ട്. അതേ സമയത്ത് പറയാണ്, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും നല്ല കഴിവുള്ളവർ തന്നെയാണ്, ഒന്നിനൊന്ന് മെച്ചമായിരുന്നു എല്ലാ ചിത്രങ്ങളും. അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ഭംഗിയുള്ളൊരു ചിത്രം തന്നെയാണ് ഞാൻ ഫസ്റ്റ് പ്രൈസായി തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, എൻ്റെ കമ്പനിയിൽ ഒരു പെൺകുട്ടി വർക്ക് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ ഡിസൈനൊക്കെ ചെയ്യുന്നതാണ്. പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ആ പെൺകുട്ടിയെ അവരുടെ വീട്ടുകാർ തടങ്കലിൽ വെച്ചിരിക്കുന്ന പോലെയാണ്. ആ പെൺകുട്ടിയുടെ കഴിവിനെ അവരാരും അംഗീകരിക്കുന്നില്ല, പ്രത്യേകിച്ച് അവളുടെ ഭർത്താവ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നയനയുടെ അരികിലിരിക്കുന്ന ആൻറ്റി പറയുന്നുണ്ട്, അങ്ങനെയുള്ളവരെയൊക്കെ വെടിവെച്ച് കൊല്ലണം എന്നൊക്കെ പറയുകയാണ്. അപ്പം നേനയാണെങ്കിൽ പതുക്കെ ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും ആ ശ്രേയ എന്നാ പറയുന്ന പെൺകുട്ടിയെ കുറിച്ച് ആദർശ് ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം ഇനി എന്തായാലും എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ എന്തായാലും സമ്മാനത്തിലേക്ക് കടക്കാമെന്ന് പറഞ്ഞ് ഞാൻ ആദ്യം തന്നെ തേർഡ് പ്രൈസ് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തേർഡ് പ്രൈസ് പറയുന്നുണ്ട്. തേർഡ് പ്രൈസായി സെലക്ട് ചെയ്യുന്നത് 107 എന്ന് പറയുന്ന നമ്പറാണ്. അങ്ങനെ ആ നമ്പറിലുള്ള ആ പെൺകുട്ടിയെ ചെന്ന് ആദർശിൻ്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങി അവിടെ വന്നിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം സെക്കൻഡ് പ്രൈസ് വിളിക്കുന്നത് 102 ആണ്. അങ്ങനെ ആ പെൺകുട്ടിയും ചെന്ന് ആ സമ്മാനം ഏറ്റുവാങ്ങി അവിടെ സീറ്റിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആൻറ്റി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, തന്നെ വിളിച്ചില്ലല്ലോ എന്നുള്ള രീതിയിൽ. എന്തായാലും തനിക്ക് 1ാം പ്രൈസ് ആയിരിക്കുമെന്ന് തന്നെയാണ് ആൻറ്റിയുടെ വിചാരം. അതിനുശേഷം ഇനി ഫസ്റ്റ് പ്രൈസ് പറയാം, 105 എന്ന് നമ്പർ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആൻറ്റിക്ക് വിഷമാവാണ്, കാരണം ആൻറ്റിയുടെ നമ്പർ 103 ആണ്. അപ്പോൾ ആൻറ്റി പറയുന്നുണ്ട്, അയ്യോ എന്നെ വിളിച്ചില്ലല്ലോ, എൻ്റെ നമ്പർ 103 ആണ്, 105 ആരിനാവോ? അപ്പോൾ ആരും എഴുന്നേറ്റ് നിൽക്കുന്നില്ല. അതേ സമയത്ത് ആൻറ്റി ചോദിക്കുന്നുണ്ട്, എൻ്റെ അരികിലല്ലേ മോൾ ഇരുന്നത്, മോളെ നമ്പറല്ലേ 105 എന്ന് ചോദിക്കുന്ന സമയത്ത് അല്ല ആൻറ്റി എന്ന് പറയുന്നുണ്ട്. അതെ മോളുടെ തന്നെയാണ്, മോൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്, ചെന്ന് സമ്മാനം വാങ്ങിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട്. അതേ സമയത്ത് സ്റ്റേജിൽ നിന്നും ആ ലേഡി പറയുന്നുണ്ട്, എവിടെ 105ൻ്റെ ആളെവിടെ വായു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയനയെ നിർബന്ധിച്ച് ആ ആൻറ്റി ആ സ്റ്റേജിലേക്ക് വിടുകയും ചെയ്യുകയാണ്. നയനയാണെങ്കിൽ പതുക്കെ സ്റ്റേജിലേക്ക് ചെല്ലുന്നുണ്ട്. ആ സാരിത്തല അങ്ങനെ തന്നെ തലയിൽ ഇട്ടിട്ടാണ് അങ്ങനെ ചെല്ലുന്നത്. അപ്പോൾ ആദർശിൻ്റെ അരികിൽ ചെന്ന് നിൽക്കുമ്പോൾ ആദർശ് ചോദിക്കുകയാണ്, ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആ ലേഡി നയനയോടായിട്ട് പറയുന്നുണ്ട്, ആ സാരിത്തല അങ്ങ് മാറ്റുമോളെ എന്ന് പറയാണ്. അപ്പോൾ സാരിത്തല മാറ്റുന്നുണ്ട്. അതേ സമയത്ത് ആദർശ് നയനയെ കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെ ആദർശും നയനയും മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം പ്രൈസ് എടുത്തിട്ട് 1ാം സമ്മാനം എടുത്ത് നയനയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നയനയോടായിട്ട് 2 വാക്ക് പറയാനായിട്ട് അവിടുത്തെ ലേഡി പറയുമ്പോൾ ശരി എന്ന് പറഞ്ഞ് മൈക്കിൻ്റെ മുന്നിലേക്ക് ചെല്ലുന്ന നേരം ആദർശിനോടായിട്ട് സ്വകാര്യം പറയുന്നുണ്ട്, നിങ്ങളാണ് എൻ്റെ ഭർത്താവെന്നും അതുപോലെ തന്നെ എന്നെ വീട്ടിൽ തളച്ചിട്ടിരിക്കുകയാണ്, എൻ്റെ കഴിവുകൾ അംഗീകരിക്കുന്നില്ലെന്നൊക്കെ ഞാൻ പറയട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നെ നാണം കെടുത്തരുത്, എന്നെ അങ്ങനെയൊന്നും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് പേടിച്ചിട്ട് തന്നെയാണ് ആ സീറ്റിൽ ചെന്നിരിക്കുന്നത്. അതേ സമയത്ത് നയന പറഞ്ഞു തുടങ്ങുകയാണ്, ഞാനൊരു പ്രതിമകൾ ഉണ്ടാക്കുന്ന ഒരു കുടുംബത്തിൽ ഒരു അംഗമാണ്. എൻ്റെ അച്ഛൻ്റെ കഴിവാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്കൊരു ആർട്ട് ഗാലറി ഉണ്ട്. പിന്നെ പെട്ടെന്നൊരു കല്യാണം എനിക്ക് കഴിഞ്ഞായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചു, എൻ്റെ ഈ കഴിവുകൾ അടിച്ചമർത്തുന്ന ഒരു വീട്ടുകാരായിരിക്കുമോ, അതുപോലെ ഒരു ഭർത്താവായിരിക്കുമോ എന്നൊക്കെ ഞാൻ ഭയപ്പെട്ടിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഭർത്താവ് എനിക്ക് പൂർണ്ണ സപ്പോർട്ടായിരുന്നു. എൻ്റെ ഭർത്താവാണ് ഇങ്ങനെ ഒരു മത്സരത്തിലേക്ക് എന്നെ ഇവിടേക്ക് പറഞ്ഞയച്ചത്. പുറത്ത് കാറിൽ വന്ന് എന്നെ ഇറക്കിയിട്ട് പോയി ബെസ്റ്റ് വിഷസ് പറഞ്ഞിട്ടാണ് പോയത് എന്നൊക്കെ നയന പറയുമ്പോൾ ആദർശ് അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കി തന്നെ നിൽക്കാണ് നയനയെ. അങ്ങനെ ആദർശിനെ പറ്റി ഒരുപാട് പുകഴ്ത്തി പറയുന്നുണ്ട് നയന. അപ്പോൾ നയനയുടെ ആഗ്രഹങ്ങളാണ് ഇതൊക്കെ പറയുന്നതെന്ന് ആദർശിന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ പ്രസംഗമൊക്കെ കഴിഞ്ഞ് ആദർശ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നീ എന്തേ എന്നെ പറ്റി പറയാഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് നയനയോട്. അപ്പോൾ ആ സമയത്ത് പറയാണ്, അതെ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ പറയില്ലേ, സ്വന്തം ഭാര്യയ്ക്കാണ് 1ാം സമ്മാനം കൊടുത്തതെന്ന് അവർ പറയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാതിരുന്നത് എന്നുകൂടി നയന പറഞ്ഞുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ആദർശിൻ്റെ കാറിൽ പോവാൻ നിൽക്കുന്ന നേരം നയന ഇവിടേക്ക് വരികയാണ്. അപ്പോൾ അവിടെയുള്ള ലേഡി ചോദിക്കുന്നുണ്ട്, മേഡത്തിന് എങ്ങനെയാണ് പോകേണ്ടത്, ഒരു ടാക്സി അറേഞ്ച് ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയാണ്, എവിടേക്കാണ് പോകേണ്ടത്, ഞാൻ വിട്ടോളാം എന്ന് പറയുന്നു. അപ്പം ഞാൻ ബസ് സ്റ്റോപ്പ് വരെയാണെന്ന് പറയുമ്പോൾ എങ്കിൽ കയറിക്കോളൂ, ഞാൻ കൊണ്ടുവന്നാക്കാം എന്ന് പറയുന്നു. അങ്ങനെ ആദർശ് നയനയും കൂടി ആദർശിൻ്റെ കാറിൽ കയറി പോകുന്നുണ്ട്. പിന്നീടാണെങ്കിൽ
അവർ രണ്ടുപേരും ഒന്നിച്ച് കാറിൽ പോകുമ്പോൾ ആദർശ് നയനയെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. നയനയ്ക്കാണെങ്കിൽ പേടിച്ച് ആദർശിന്റെ മുഖത്ത് നോക്കാൻ പോലും പറ്റാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതേ സമയത്ത് ആദർശ് നയനയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞ് പുറപ്പെട്ടത്? നിനക്ക് സത്യസന്ധമായ കാര്യം പറയായിരുന്നില്ല? നീ എനിക്ക് ഇങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ അനുവദിക്കില്ലെന്ന് വിചാരിച്ചു എന്ന് ചോദിക്കുന്നുണ്ട്. അതല്ല, എനിക്കൊരു പേടി തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാഞ്ഞത്. ഇപ്പം മനസ്സിലായില്ല ഞാൻ എന്തിനാ കള്ളം പറഞ്ഞത് എന്നൊക്കെ നയന പറയുന്നുണ്ട്. എന്തായാലും ഇനിയുണ്ടോ ഇതുപോലുള്ള കള്ളങ്ങൾ എന്നൊക്കെ ചോദിക്കുകയാണ്. അതിനുശേഷം അന്ന് ആദർശിന്റെ കമ്പനിയിൽ നയന വന്നിട്ട് കുറെ ഡിസൈൻ വരച്ച് ആദർശിന്റെ കയ്യിൽ കൊടുത്തതും അതുപോലെ തന്നെ അത് ഒരു നോക്ക് പോലും കാണാൻ ശ്രമിക്കാതെ പെട്ടെന്ന് തന്നെ ആ ബാസ്ക്കറ്റിലേക്ക് ചുരുട്ടിക്കൂട്ടി എറിഞ്ഞതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദർശ കാറിൽ വെച്ച് ഓർക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയോ സംശയങ്ങൾ ആദർശിനെ നിഴലിക്കുന്നുണ്ട്. അതേ സമയത്ത് നയനയോടായിട്ട് ചോദിക്കുന്നുണ്ട്, ഇതുപോലെയുള്ള ഇനി എന്തെങ്കിലും കള്ളത്തരങ്ങൾ നീ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പറയൂ എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴും നയനയ്ക്ക് സംശയമാണ്, എന്നെ എന്തൊക്കെയോ സംശയങ്ങളുണ്ടല്ലോ ഈശ്വര എന്നിങ്ങനെ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം നേരെ അവർ വീട്ടിലെത്തുമ്പോൾ മുത്തശ്ശി ഫ്രണ്ടിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും ഒന്നിച്ച് തന്നെ കാണുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഫംഗ്ഷനൊക്കെ എന്ന് ചോദിക്കുമ്പോൾ നല്ല ഫംഗ്ഷനായിരുന്നു, അടിപൊളിയായിരുന്നു എന്നൊക്കെ ആദർശാണ് മറുപടി പറയുന്നത്. അതൊക്കെ കേട്ട് നയന തല കുമ്പിട്ടിങ്ങനെ നിൽക്കുകയാണ്. അതിനുശേഷം നമ്മളെക്കാളും കഴിവുള്ളവരാണ് അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായതെന്ന് പറയുന്നത്. അപ്പം മോനും പോയിട്ടുണ്ടായിരുന്നു എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ ഞാനും പോയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതെന്തായാലും നന്നായി, ഇതുപോലെ മോളുടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഫംഗ്ഷനൊക്കെ പോകണമെന്ന് മുത്തശ്ശി ആദർശിന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതെ ഇതുപോലൊക്കെ പോയാലല്ലേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുകയുള്ളൂ എന്ന് ആദർശ് നയനയെ നോക്കി പറയുന്നുണ്ട്. നയനയാണെങ്കിൽ ആദർശിനെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ പരസ്പരം ഒരു മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്ന ഭാഗം കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്